നഴ്സിംഗ് മാനേജ്മെന്റുകളുമായി പ്രത്യേകിച്ച് അസോസിയേഷൻ ഉൾപ്പെടെ പല രീതിയിലുണ്ടല്ലോ, അതായത് അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് ആദ്യം ഞാൻ നിർദ്ദേശിച്ചതനുസരിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ മാസം ആദ്യം ഒരു ചർച്ച നടത്തിയിരുന്നു. അതിനെ തുടർന്ന് ആണ് കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ച നടത്തിയത്. എല്ലാ വർഷവും നഴ്സിംഗ് പ്രവേശനം അഡ്മിഷന് മുൻപ് നമ്മൾ ചർച്ച മാനേജ്മെന്റുകളുമായിട്ട് നടത്താറുണ്ട്. പക്ഷേ ഇത്തവണ ഈ പറഞ്ഞതുപോലെയുള്ള ചില വിഷയങ്ങൾ കൂടി ഉണ്ടായിരുന്നു. പക്ഷെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു, വളരെ ഫലപ്രദമായിട്ടുള്ള ചർച്ചയായിരുന്നു. സർക്കാരിന്റെ നിലപാട്, ആരോഗ്യവകുപ്പിന്റെ നിലപാട് അവരെ അറിയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അവർ ഉന്നയിച്ച കാര്യങ്ങളിൽ ന്യായമുണ്ട് എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്, ആരോഗ്യവകുപ്പിന്റെ നിലപാട്. അക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഈ ഏകജാലക പ്രവേശന സംവിധാനവുമായി അവർ സഹകരിക്കുമോ? അവരുന്നയിച്ച വിഷയങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ നിലപാട് അവർക്ക് അനുകൂലമായിട്ടുള്ളത്, അതിൽ ന്യായമുണ്ട്, അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ളത് ആ ചർച്ചയിൽ തന്നെ അവരെ അറിയിച്ചിരുന്നു. ആരോഗ്യവകുപ്പിന്റെ നിലപാടും അറിയിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ആ ഒരു പ്രശ്നത്തിൽ അനുകൂല നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള സാഹചര്യത്തിൽ അത് പഴയ രീതിയിൽ തന്നെ തുടരുമെന്നുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെയും അധികാരികളെ മിനിസ്റ്റർ വിളിച്ചു വരുത്തി അവരുമായി ചർച്ച നടത്തിയിരുന്നു. ഈ രണ്ട് മെഡിക്കൽ കോളേജുകളും കഴിഞ്ഞ കുറേ ദിവസമായി ചികിത്സാ പിഴവ്, വീഴ്ച തുടങ്ങിയ വിവാദങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് ഈ കഴിഞ്ഞ ദിവസം ഒരു ശസ്ത്രക്രിയാ പിഴവ് ഒരു കുട്ടിക്കുണ്ടായി. അതിന് തൊട്ടു പിന്നാലെ ഓർത്തോയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉയർന്നു. അതെന്തിനായിരുന്നു അവർ വിളിച്ചു വരുത്തിയത്? അതിലെ തീരുമാനം എന്താണ്? അല്ല, വിളിച്ചു വരുത്തിയത് തീർച്ചയായിട്ടും ഭരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ വിളിച്ചു വരുത്തിയതാണ്. അത് ഈ കാര്യത്തിൽ ഒരു കാര്യം വളരെ അസന്നിഗ്ധമായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. തെറ്റായി തന്നെ സർക്കാർ കാണുള്ളൂ. തെറ്റ് ചെയ്യുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും, മുഖം നോക്കാതെയുള്ള നടപടികൾ ഉണ്ടാകും. യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇത് സംബന്ധിച്ചില്ല, ഉണ്ടാവില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിന്റെ വിഷയത്തിൽ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തത് തന്നെയാണ്. അതിൽ ഉടനെ തന്നെ മണിക്കൂറുകളാകും തന്നെ നടപടിയെടുത്തിരുന്നു. ആ ബാക്കി കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകും. ഈ ഓർത്തോയുമായി ബന്ധപ്പെട്ട കാര്യം യാതൊരു അടിസ്ഥാനവുമില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾ അതിലൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, ഇപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഏറ്റവും വലിയ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ്. സാധാരണക്കാർ ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന ആശുപത്രിയാണ്, മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അപ്പോൾ ഈ ഓർത്തോ വിഭാഗത്തിനെതിരെ ഉണ്ടായത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു ആരോപണമായിരുന്നു. അത് ഡോക്ടേഴ്സ് തന്നെ വന്ന് അത് അങ്ങനെയല്ല, അത് തെറ്റാണ് എന്നുള്ളത് പറഞ്ഞിട്ടും വൈകുന്നേരം ചർച്ചാ സമയത്ത് ഈ ഡോക്ടേഴ്സിന്റെ പ്രതികരണം ഇല്ല. അപ്പോൾ ഒരു ചാനൽ കൊടുത്തത് അനാസ്ഥകളുടെ ആതുരാലയം എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ തെറ്റായ കാര്യമാണ്. ഇപ്പോൾ ഇതേ സമയത്ത് തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പരസ്യമായി ഒരു അച്ഛൻ അതിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നൊരു സാഹചര്യം ഉണ്ടായി. അവർ പല മാധ്യമങ്ങളെ സമീപിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞത്, പിഴവുകൾ ഉണ്ടാകാം, തെറ്റുകൾ, പക്ഷെ ആ പിഴവിനെ പിഴവായി തന്നെ കാണും. അങ്ങനെയാണ് സർക്കാർ പോകുന്നത്. പക്ഷെ അതിന് ആ ഒരു പിഴവ് എടുത്തുകൊണ്ട് അതൊരു സിസ്റ്റം മുഴുവൻ അങ്ങനെയാണെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഒരു വിശ്വാസ്യതയാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് എത്രയോ 30% പണ്ട് സർക്കാർ ആശുപത്രികളെ ആശ്രയിച്ചിരുന്നവരുടെ എണ്ണം. ഇന്നത് അതിന്റെ ഇരട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ഒ പിയിലും ഐ പിയിലും എത്രയോ അനുഭവങ്ങൾ. ഇപ്പോൾ 2022 സർക്കാർ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ സർക്കാർ സംവിധാനത്തിൽ ആരംഭിച്ചത്. അത് സൗജന്യമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും മിനിമമായി അത് ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ സൗജന്യമായി ഗുണമേന്മയുള്ള ചികിത്സ ലഭ്യമാക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും മിതമായ നിരക്കിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ അങ്ങനെയാണ് എന്ന് പറയരുത് എന്നുള്ള എനിക്കൊരു അപേക്ഷയും അഭ്യർത്ഥനയുമാണ് ഉള്ളത്. ഇപ്പം ഞാനൊക്കെ മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ ഒരു സർക്കാർ ആശുപത്രിക്കെതിരെ ഇന്നൊരു റിപ്പോർട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ എഡിറ്റർ പറയുമായിരുന്നു, അത് പരിശോധിച്ചിട്ടേ കൊടുക്കാവൂ. കാരണം അതൊരു സർക്കാർ ആശുപത്രിയാണ്, ഒരു സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി. അവർക്ക് മറ്റൊരു ആശുപത്രിയിൽ പോകാനില്ല. ഇപ്പോൾ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു യുവതി ഒരു ആശുപത്രിയിൽ ചെന്നപ്പോൾ കൈ രണ്ടായിട്ടും വേർമുരിഞ്ഞാണ് കൊണ്ടു ചെല്ലുന്നത്. ഇങ്ങനെ പിടിച്ച് തുണി കൊണ്ട് കെട്ടിയാണ് 10 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. ആ സമയത്ത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു, അവിടെ സർജറികൾ നടത്തി, പ്ലാസ്റ്റിക് സർജറി നടന്നത് ചെയ്തു. അപ്പോൾ അതൊരു സംവിധാനം മുഴുവൻ, സർക്കാർ ആശുപത്രി മുഴുവൻ ഇങ്ങനെയാണ്, സർക്കാർ ഡോക്ടർമാർ മുഴുവൻ ഇങ്ങനെയാണെന്ന് ദയവായിട്ട് അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കുന്ന നിലയിലുള്ള ഒരു പ്രചരണം. അതാണ് ഞാൻ പറഞ്ഞത്, അനാസ്ഥകളുടെ ആതുരാലയം. അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുടെ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്തു കൊടുത്ത ആംബുലൻസിൽ
രോഗിയെ വിടുന്ന ഡോക്ടർമാർ നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. ഞാൻ പലപ്പോഴും ചോദിക്കും, ഞാൻ പലപ്പോഴും അവരുടെ ഒരു മണിക്കൂറുകൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അതിനുശേഷം വന്ന് രോഗികളുടെ അടുത്ത് എത്ര താമസിച്ചാലും, മണിക്കൂറുകൾ താമസിച്ചാലും എത്ര സ്നേഹത്തോടെ കരുണയോടെ. അപ്പം ഉണ്ടാകുന്ന സംഭവങ്ങൾ തെറ്റ് തന്നെയാണ്, അതിന് യാതൊരു മറുപുറമില്ല. ഈ പറഞ്ഞ ഒന്ന് രണ്ട് വിഷയങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. അതിൽ നടപടി എടുത്തിട്ടുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായിട്ടുള്ള സ്ഥിരസ്ഥിതി കാര്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെ കണ്ടിട്ടുണ്ട്. അവിടെ പ്രൈവറ്റ് പ്രാക്ടീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. നേരത്തെയും സർക്കാർ ഇതിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. ഒറ്റയടിക്ക് കുറേയേറെ പേരെ ട്രാൻസ്ഫർ ചെയ്തിരുന്നു. അങ്ങനെ ഇപ്പോ പഞ്ചിനും പഞ്ച് ഔട്ടും ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് ഇപ്പൊ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കൊണ്ടുവന്ന സംവിധാനമാണ് പഞ്ചിൻ ചെയ്യുന്നതും പഞ്ച് ഔട്ട് ചെയ്യുന്നതും. ഇനി CCTV ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ മിനിസ്റ്റർ ഓഫീസിലും DMEയിലും പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും ഒക്കെ തന്നെ കാണുന്ന പോലെ, ഞാനിപ്പോ എന്റെ ഓഫീസിൽ തന്നെ ഇപ്പോ നമുക്കൊരു പരാതി വരുന്നു, അവിടെ OPയിൽ ആളില്ല, നമുക്കുടനെ തന്നെ അത് കാണാൻ കഴിയുന്ന സാഹചര്യം. കാരണം എല്ലായിടത്തും CCTV വെച്ചിട്ടുണ്ട്. അതിന്റെ ആ രീതിയിലേക്ക് സാധ്യമായിട്ടുള്ള നിലയിലല്ല നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞതൊക്കെ. പിന്നീടുള്ള ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷെ തെറ്റ് വന്നിട്ടുള്ള ഇടങ്ങളിൽ നടപടികൾ സ്വീകരിക്കും. ഈ പറഞ്ഞ രണ്ട് വിഷയങ്ങളിലും അതിൽ റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട്. DME റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് തന്നിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള തുടർ നടപടികളും സ്വീകരിക്കും. പ്രാഥമിക നടപടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്വീകരിച്ചിരുന്നു. ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. ബിജോൺ ജോൺസിനെതിരായ റിപ്പോർട്ട് DME വകുപ്പിന് നൽകിയിട്ടുണ്ട്, ഗവൺമെന്റിലേക്ക് അയച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു, റിപ്പോർട്ട് എത്തിയോ എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത് പരിശോധിച്ച് തുടർ നടപടി ഉണ്ടാകും. അത് മാത്രമല്ല ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ അതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. ഇപ്പൊ അത് ഉണ്ടാകരുത് എന്നുള്ളതാണല്ലോ, അത് ഉണ്ടാകാൻ പാടില്ല, ഒരു കാരണവശാലും അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അത് സംബന്ധിച്ചിട്ടുള്ള എടുത്ത നടപടികളുടെ തുടർ നടപടികൾ ഉണ്ടാകും.